സത്രം പുല്ലുമേട് കാനനപാതയിലൂടെ എത്തിയ അയ്യപ്പ ഭക്തന്മാരുടെ എണ്ണത്തിൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വൻ വർധന. ഈ വർഷം സത്രം പുല്ലുമേട് കാനനപാത വഴി ഡിസംബർ 18 വരെയുള്ള കണക്ക് പ്രകാരം ആകെ 87,128 പേരാണ് സന്നിധാനത്തെത്തിയത്. ശരാശരി 3000 പേരാണ് ദിനംപ്രതി ഈ പാത വഴി എത്തിയത്. 2024 ഇതേ സമയത്ത് 48,982 ഭക്തരാണ് ഈ പാതയിലൂടെ എത്തിയത്. 2023 40,752 ഭക്തരും 2022 22,886 ഭക്തരും ശബരിമലയിൽ കാനനപാത വഴിയെത്തി. ഈ വർഷം ഡിസംബർ 13 സത്രം കാനനപാത വഴി ഏറ്റവും കൂടുതൽ ഭക്തരെത്തിയത് 5,597 പേർ. അഴുതക്കടവ് പമ്പ പാതയിൽ ഈ വർഷം 49,666 ഭക്തർ ശബരിമലയിലെത്തി. 2024 ഇത് 42,268 ആയിരുന്നു. 2023 52,437 ഭക്തരും 2022 49,417 ഭക്തരും സന്നിധാനത്തെത്തി. നവംബർ 14 മുതൽ ഡിസംബർ 18 വരെയുള്ള കണക്ക് പ്രകാരമാണിത്. കാനനപാതയുടെ എണ്ണം വർദ്ധിച്ചതിനെ തുടർന്ന് ഡിസംബർ 19 മുതൽ സ്പോട്ട് ബുക്കിംഗ് വഴി ദിവസേന ഈ പാത വഴി കടത്തിവിടുന്നവരുടെ എണ്ണം 5000 ചുരുക്കിയിട്ടുണ്ട്. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഈ നടപടി. കാനനപാത തിരഞ്ഞെടുക്കുമ്പോൾ സ്വന്തം ശാരീരികക്ഷമത വിലയിരുത്തിയ ശേഷം മാത്രമേ ദുർഘട കാനനപാത തിരഞ്ഞെടുക്കാവൂ എന്ന് വനംവകുപ്പ് മറ്റ് അധികൃതരും നിർദ്ദേശിച്ചിട്ടുണ്ട്. புதுச்சேரி பாண்டிச்சேரியிலேருந்து யாத்திரை 22 வருஷமா இப்போ யாத்திரை பண்ணிடுங்க. இந்த வருஷம் தான் முதலாக வந்து புல்மேட்டு பாதை போகணும்னு சொல்லிட்டு நாங்கள் ஒரு 35 சாமிங்க வந்துக்கிறோம். 35 சாமி வந்து எல்லாம் புல்மேட்டு பாதை எல்லாம் சாமி பார்த்துட்டாங்க. நாங்கள் வந்து பின்னால் போயிட்டு இருக்கிறோம். ரொம்ப സൗകര്യமாக இருக்குது. പാതയുടെ പ്രകൃതി ഭംഗി കണ്ട് നിരവധി തീർത്ഥാടകരാണ് പുല്ലുമേട് പാത തിരഞ്ഞെടുക്കുന്നത്. പ്രകൃതി രമണീയമായ പുല്ലുമേടുകൾ മാത്രമല്ല, കുത്തനെയുള്ള കയറ്റങ്ങളും ചെങ്കുത്തായി ഇറക്കങ്ങളും ഉൾപ്പെടെ 16 കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് പുല്ലുമേട് കാനനപാത. അതിനാൽ കുട്ടികളും പ്രായമായവരും പരമാവധി കാനനപാത ഒഴിവാക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സിറ്റി വിഷൻ സന്നിധാനം.